ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് തോമസ് IPS സാർ, ബഹുമാനപ്പെട്ട ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ സാർ, പ്രിയമുള്ള ശ്രീ KK സുധാകരൻ, ഡോക്ടർ സജിത്ത് യവുരത്ത്, അമിത് ഡേവിഡ്, സുരേഷ് മണ്ണാറശാല, ഹരികുമാർ ഇളയടത്ത്, രഞ്ജിത്ത്, ശ്രീകുമാരി, വി രജനീഷ്, വളരെ ബഹുമാനമുള്ള വിലപ്പെട്ട സദസ്യരെ, ഇവിടെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഈവൻറ്റിൻ്റെ പ്രാധാന്യവും അവിടെ പങ്കെടുക്കുന്ന വ്യക്തികളുടെ പ്രാധാന്യവും വളരെ കൃത്യമായി നമ്മുടെ സ്വാഗത പ്രസംഗിക്ക് അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും തന്നെ ഇനി കൂടുതലായി പറയണമെന്നില്ല. ഞങ്ങളുടെ 81, 83 പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ചും അതിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സർഗാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാത്രം ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. അതായത് 42 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കലാലയത്തിൽ നിന്നും പിരിഞ്ഞ് പല വഴികളിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് ഇനി ഒരിക്കലും കണ്ടെത്തില്ല എന്ന് വിശ്വസിച്ച സുഹൃത്തുക്കൾ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ സാധ്യത കൊണ്ട് ഒരു റീയൂണിയന് തയ്യാറാകുകയാണ്. അങ്ങനെ 2024 മെയ് മാസം 7-ാം തീയതി മുരളി ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗെറ്റ് ടുഗദർ നടന്നു. അതിനു മുമ്പ് ഒരു ഗെറ്റ് ടുഗദർ നടന്നു. ഇതിലെ പ്രമുഖരായ ചില സുഹൃത്തുക്കൾ മാത്രം ചേർന്നുണ്ടായിരുന്നു. അവരുടെ വിശാലമായ കാഴ്ചപ്പാടിന്റെ സാഫല്യമായിരുന്നു ഒരു വർഷത്തിന് മുമ്പ് ധാരാളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞാൻ വിദ്യാർത്ഥി എന്ന് പറഞ്ഞത് ആ പഴയ കാലത്തിലേക്ക് എൻ്റെ മനസ്സ് പോയത് കൊണ്ടാണ്. അവരെല്ലാം ഇപ്പൊ വൃദ്ധജനങ്ങളാണ്, ജീവിതത്തിന്റെ സായന്തനത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികളാണ്. എങ്കിലും പഴയകാല വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 2024 മെയ് 7-ാം തീയതി കൂടിയ ഗെറ്റ് ടുഗദറിൽ പരസ്പരം സൗഹൃദം പുനഃസ്ഥാപിക്കുവാനും വൈകാരികമായ ആ ബന്ധം അടുത്ത ഒരു ഗെറ്റ് ടുഗദർ വരെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. പിന്നീട് ആ വാട്സപ്പ് ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഇടയിലുള്ള ബൗദ്ധികവും വൈകാരികവും ഒക്കെയായ ബന്ധങ്ങളെ വളരെ സജീവമായി നിലനിർത്തിയത്. അത് വളരെ ശ്രദ്ധയോടുകൂടി മറ്റുള്ള ഗ്രൂപ്പുകാരും കാണേണ്ടതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ പോസ്റ്റ് ചെയ്യുന്ന ആർട്ടിക്കിളുകളും അതിൽ നടത്തുന്ന ചർച്ചകളും അതിലൂടെ വെളിപ്പെടുന്ന കലാപ്രകടനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ബോധ്യം വരും. അതായത് ഒരു വ്യത്യസ്ത ബഹുസ്വരതയുള്ള സമൂഹത്തിൽ ജനാധിപത്യ മൂല്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരു വ്യക്തി സ്വയം നിയന്ത്രിക്കപ്പെട്ട് തനിക്ക് എന്ത് പറയാൻ ഉണ്ടോ അത് സ്വതന്ത്രമായി പറയുക. അതിനകത്ത് മതം വരും, രാഷ്ട്രീയം വരും, ആത്മീയത വരും, നിരീശ്വരവാദം വരും, സയൻസ് വരും, എല്ലാം വരും. രാത്രി 12 മണിക്ക് മാത്തമാറ്റിക്സിലെ ചില പ്രശ്നങ്ങളെ കുറിച്ച് ഈ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 60 വയസ്സ് എത്തിയ ആൾക്കാർ മാത്രമുള്ള, അതിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ രാത്രി 12 മണിക്ക് പോലും ഗണിതശാസ്ത്രത്തിലെ ചില വിഷയങ്ങളെ കുറിച്ച് ചർച്ച നടക്കുകയാണ്. അത് മാത്തമാറ്റിക്സിനകത്ത് മാസ്റ്റർ ബിരുദം നേടിയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റു വിഷയങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവരും അതിനകത്ത് പങ്കുചേരുകയാണ്.
കവിതയെക്കുറിച്ചുള്ള ചർച്ച വെളുപ്പാൻ കാലത്ത് 3 മണിക്ക് നമ്മൾ കവിതയെക്കുറിച്ചുള്ള ഒരു ചർച്ച തുടങ്ങിയാൽ അപ്പോഴൊരു 10 പേരെങ്കിലും പ്രതികരിക്കാനുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ 7x24 എന്ന് പറയും പോലെ ഏത് സമയത്തും ജാഗ്രതായിരിക്കുന്ന ഒരു ജൈവ ഘടനയായി ഈ ഗ്രൂപ്പ് മാറുകയാണ്. ആ ഗ്രൂപ്പിനകത്ത് ഏറ്റവും അധികമായി ചർച്ച ചെയ്യപ്പെട്ട സാഹിത്യമാണ്, പ്രത്യേകിച്ച് കവിതകളാണ്. ഈ ഗ്രൂപ്പിൽ നിരവധി കവികളുണ്ട്. നമ്മുടെ ഇന്നത്തെ കവി ശ്രീകുമാരി, പിന്നെ ഹരിപ്പാട് തന്നെയുള്ള ശ്രീകുമാർ, ഹരിപ്പാട് ശ്രീകുമാർ, ലതാ പ്രസാദ്, ഇൻഡോറിൽ നിന്നും അനൂപ് ചന്ദ്രൻ, സാഹിദ്, അങ്ങനെ നിരവധി കവികളുണ്ട്. ഈ കവിതകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത്. കാലം വളരെയധികം മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ കവിതയ്ക്കൊക്കെ എന്ത് പ്രസക്തിയാണെന്ന് ചോദിക്കാം. പക്ഷെ വളരെ പ്രസക്തിയുണ്ട്. നമുക്ക് മുമ്പുള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിലെ മനുഷ്യരിൽ നിന്ന് എത്രത്തോളം മുന്നിലേക്ക് പോയിട്ടുണ്ടോ അതിനേക്കാൾ വേഗതയിലും അതിനേക്കാൾ ആയതിയിലും അതിനേക്കാൾ വിസ്തൃതിയിലുമാണ് നമ്മളിൽ നിന്നും കാലം മുന്നോട്ട് പോകുന്നത്. നമ്മൾ എത്ര അപ്ഡേറ്റ് ചെയ്താലും അതിന് തുല്യമായി എത്താൻ സാധിക്കില്ല. വിദ്യാഭ്യാസമുള്ളവരുടെ അവസ്ഥ തന്നെ അതാണ്. എയുടെ ആണെങ്കിലും മറ്റ് സാങ്കേതിക വിദ്യകളുടെ ആണെങ്കിലും ഫലമായി സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ വികാസ പരിണാമങ്ങൾ വിദ്യാഭ്യാസമുള്ളവരെ പോലും നിസ്സഹായരാക്കി മാറ്റുകയാണ്. അതുകൊണ്ടാണ് വലിയ ടെക്നോക്രാറ്റുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. IIT-യിലെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. അവർക്കുണ്ടാകുന്ന മനസ്സംഘർഷങ്ങളാണ്. ഒരുപക്ഷെ അവർ കവിത വായിച്ചിരുന്നെങ്കിൽ, ഒരുപക്ഷെ അവർ കഥ വായിച്ചിരുന്നെങ്കിൽ ആ സംഘർഷത്തെ നേരിടാൻ അവർക്ക് കഴിയുമായിരുന്നു. സാറിന്റെ ആത്മഹത്യ ഇവിടെ പരാമർശിക്കപ്പെട്ടു. ആ പുസ്തകം വായിച്ചതിന് ശേഷം എനിക്ക് ശ്രീകുമാരിയാണ് ആ പുസ്തകം വായിക്കണം, പെട്ടെന്ന് തന്നെ വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം നൽകി. ആ പുസ്തകം ഞാൻ അന്ന് തന്നെ മേടിച്ചു. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ആദ്യത്തെ പ്രതികരണം നമ്മുടെ വിദ്യാർത്ഥികളെ അത് പഠിപ്പിക്കാൻ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. ഒരു സാധാരണ ഗ്രാമീണ ജീവിതത്തിൽ ഒരു ഗ്രാമീണ ബാലൻ ഗാർഹികമായ എല്ലാ ചുമതലകളോടും വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചുകൊണ്ട് എങ്ങനെ തന്റെ ധൈഷണികമായ യാത്ര യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവെന്ന് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം രീതിയിലുള്ള എതിർപ്പുകൾ വന്നാലും നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും. ഏറ്റവും സാധാരണക്കാരുടെ ശൈലിയിൽ ഏറ്റവും ഉജ്ജ്വലമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ആ പുസ്തകം നമ്മൾ വായിച്ചാൽ മതി. അതിനകത്തൊരു സാഹിത്യമുണ്ട്, അതിനകത്ത് കവിതയുണ്ട്, ഗദ്യത്തിൽ എഴുതിയിരിക്കുന്ന കവിതയുണ്ട്. അതിനകത്ത് ഒരുപക്ഷെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ സാധിച്ചത്. അതിശക്തമായ രീതിയിൽ അചഞ്ചലമായ വ്യക്തിത്വമായി മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞു. സാഹിത്യം പഠിച്ചാൽ, കവിത പഠിച്ചാൽ, കഥ പഠിച്ചാൽ, നോവൽ പഠിച്ചാൽ നമ്മുടെ ഒട്ടും പരിധി വരെ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വാട്സപ്പിലെ കവിതകളെ കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു. പല ഗ്രൂപ്പുകളിലേക്കും അതിങ്ങനെ പോയി. അതിൽ കവിത എഴുതിയ ഈ ശ്രീകുമാരി 50-ലധികം കവിതകളാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തത്. 50-ലധികം കവിതകൾ എന്ന് പറയുമ്പോൾ ഓരോ കവിതയും വ്യത്യസ്തമായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നേരത്തെ 1982 തന്നെ ശ്രീകുമാരി കവിത എഴുതുമായിരുന്നു. പക്ഷെ ആ കവിതകളൊക്കെ വൃത്തത്തിൽ എഴുതിയിരിക്കുന്ന, വെറുതെ നമ്മൾ കേകയുടെയോ മഞ്ചരിയുടെയോ ഈണം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു പരസ്യം പോലും നമുക്ക് വൃത്തത്തിൽ ആവിഷ്കരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള കവിതകളായിരുന്നു. പക്ഷെ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ലായിരുന്നു. അയാളുടെ കവിതകൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1988-ലാണ്. അയാൾ MA പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പ്രസിദ്ധീകരണത്തിന് അയക്കണം എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാകുന്നു. കുങ്കുമത്തിനകത്ത് അദ്ദേഹത്തിന്റെ കവിത പബ്ലിഷ് ചെയ്തു. കേരളമുതലും ജനയുഗത്തിലും അങ്ങനെ പല പ്രസിദ്ധീകരണങ്ങളിൽ വന്നു. എന്നാൽ ആ കവിതകളെല്ലാം തന്നെ 2024 ഞങ്ങളുടെ സൗഹൃദത്തിന്റെ ഒരു വാട്സപ്പ് ഉണ്ടാക്കിയപ്പോൾ ആ പഴയ കവിതകളെല്ലാം അതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി.
ആ കവിതയ്ക്കകത്ത് പല ന്യൂനതകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നി. ഞങ്ങൾ ഓരോരുത്തരും തുറന്നു പറഞ്ഞു, ഇതുപോരാ കവിത, വർത്തമാനകാലത്തോട് തീവ്രമായി സമ്മതിക്കുന്ന രീതിയിലുള്ള കവിതകൾ വേണം. അവിടെ നടന്ന ചർച്ചകളെ, നിരൂപണങ്ങളെ, ആസ്വാദനങ്ങളെ, വിമർശനങ്ങളെ ഒക്കെ തന്നെ ആ കവിയെ പുതിയൊരു കാവ്യ അവബോധത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് ഉണ്ടായത്. സാധാരണ നിലയിൽ വിമർശനങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ മാത്രം പ്രേരിപ്പിക്കുമ്പോൾ ആ ആസ്വാദനത്തിന്റെ ഭൂമികയിലൂടെ പുതിയ ഊർജം സ്വീകരിക്കുവാനും അതിനനുസരിച്ച് നവോന്മേഷത്തോടുകൂടി തന്റെ കവിതയെ മുന്നോട്ട് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ പല നല്ല നല്ല കവിതകൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിനകത്തുള്ള കവികൾ തന്നെയാണ് പറഞ്ഞത്, ഈ കവിത പുസ്തകമാക്കി ആവിഷ്കരിക്കണം. ശ്രീകുമാരിയുടെ വീടിന്റെ അടുത്തുള്ള ഏറ്റവും പ്രഗത്ഭനായ മറ്റൊരു കവിയാണ് ഹരിപ്പാട് ശ്രീകുമാർ. അദ്ദേഹത്തിനായിരുന്നു ആവശ്യം. നമ്മൾ മനസ്സിലാക്കണം സൗഹൃദത്തിന്റെ മഹത്വം. സാധാരണ നിലയിൽ തൊട്ടടുത്തൊരു കവി ഉണ്ടെങ്കിൽ അയാൾ കവിയാണെന്ന് പോലും അംഗീകരിക്കില്ല. അയാളുടെ കവിത കൊള്ളത്തില്ല എന്നായിരിക്കും പറയുന്നത്. പുസ്തകമാക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞാൽ എന്തിനാണ് വെറുതെ പൈസ ചെലവാക്കുന്നത് എന്ന് ചോദിക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് പുസ്തകമാക്കണം. ഇത് വാട്സപ്പിന്റെ ആ ചെറിയ സ്ക്രീനിൽ മാഞ്ഞു പോകുന്നതോടുകൂടി തിരോഭവിക്കാൻ പാടില്ല. ഇതൊരു ഗ്രന്ഥമാക്കി ഇറക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം മാത്രമല്ല നിരവധി സുഹൃത്തുക്കൾ ഇത് പുസ്തകമാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു, ഇത് പുസ്തകമാക്കാനുള്ള ആ ഉത്തരവാദിത്വം ഈ ഹരിപ്പാട് ശ്രീകുമാറിനെ ഏൽപ്പിക്കാം. അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ചെയ്തു. വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്ന് VSM ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ പോലും ആ സഹൃദയൻ, ആ സർഗാത്മക ശേഷിയുള്ള കവി എന്നെ വിളിച്ചു പറഞ്ഞു, ഈ കവിത പുസ്തകമാക്കുന്നതിനാവശ്യമായ എല്ലാ ഉത്തരവാദിത്വവും തന്നിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്, താൻ അത് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ പുസ്തകം ഏറ്റെടുക്കാനായി ഞാൻ തയ്യാറാകും. 50-ലധികം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വാട്സപ്പിൽ. ഒരു 30-ലധികം കവിതകൾ നേരത്തെ എഴുതിയിട്ടുണ്ട് നല്ലതായിട്ട്. അങ്ങനെ 80ഓളം വരുന്ന കവിതകളിൽ നിന്നും 33 കവിതകൾ സെലക്ട് ചെയ്തു. അതിനകത്ത് 27 എണ്ണവും വാട്സപ്പിൽ വന്ന കവിതകളാണ്. ബാക്കി നേരത്തെ പബ്ലിഷ് ചെയ്ത കവിതകളാണ്. ആ കവിതകൾ എടുത്ത് ഒരു പുസ്തകമാക്കി മാറ്റാൻ തീരുമാനിച്ചു. അപ്പോ അതിന് മുമ്പായിട്ട് ഈ കവി തന്നെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹരിപ്പാട് ശ്രീകുമാർ ഈ കവിയുടെ മകനോട് പറഞ്ഞു, പുസ്തകമാക്കണം. ഒടുവിൽ ഈ കവി അത് പുസ്തകമാക്കാനും അതിന്റെ സാമ്പത്തിക ബാധ്യതകൾ സ്വയം ഏറ്റെടുക്കാനും തയ്യാറാകുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രൂപ്പാണ് ഏറ്റെടുത്തത്. ഗ്രൂപ്പിലെ നിരവധി ചെറുപ്പക്കാരി മാത്രമല്ല ചെറുപ്പക്കാരികൾ, ഞാൻ അങ്ങനെ പറയുന്നത് അവരുടെ മസ്തിഷ്കപരമായ ചെറുപ്പത്തെ കുറിച്ചാണ് പറയുന്നത്. വയോപരമായിട്ട് 60 കഴിഞ്ഞവരാണ്, പക്ഷെ വളരെ ഊർജ്ജസ്വലരായിട്ട്. എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, തന്റെ മോടെ കല്യാണമാണെങ്കിൽ താൻ ഇത്രയും ആത്മാർത്ഥത കാണിക്കില്ലോ? കാരണം രാത്രി 12 മണിക്കൊക്കെ ഇരുന്നതിന്റെ പ്രൂഫ് നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോരുത്തർ, സുധീറിന്റെ ഭാര്യ പറഞ്ഞു, പിന്നെ താൻ എന്തുവാ ഈ ഇരുന്നോണ്ട് വായിക്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്, എന്താണ് പ്രശ്നം? എല്ലാരും ഇങ്ങനെ ഓടുക. അതുകൊണ്ട് തന്നെ സോമരാജന്റെ, അങ്ങനെ ഓരോരുത്തരുടെയും ഞങ്ങളുടെ ഒരു സഹോദരിയുടെ കവിത മുന്നോട്ട് വരികയാണ്. ആ കവിതയിൽ ഞങ്ങളുടേതായ വിമർശനത്തിന്റെ സത്ഫലങ്ങളുണ്ട്, ഞങ്ങളുടേതായ ആസ്വാദനത്തിന്റെ നിറഭംഗികളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിന്റെ ഒരു പരിലാളനത്തിൽ പരിപക്വമായ കവിതകളാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ശ്രമിച്ചിട്ട് ഇത് ഒരു സാംസ്കാരിക ഉത്സവമാക്കി മാറ്റാൻ തയ്യാറാകുകയും അങ്ങനെ അതായിത്തീരുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ആര് പ്രകാശനം ചെയ്യണം, ആരുടെ കൈകളിലേക്ക് ഈ പുസ്തകം എത്തിക്കണം, അതൊരു പ്രശ്നമാണ്. അത് തീരുമാനിക്കേണ്ടത് കവിയാണ്. ഞങ്ങൾ ശ്രീകുമാരിയോട് ചോദിച്ചപ്പോൾ ശ്രീകുമാരിക്ക് ഒരൊറ്റ വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ ജേക്കബ് തോമസ് IPS സാർ, അദ്ദേഹം തന്നെയാണ് എൻ്റെ പുസ്തകം. ഞാനൊരു പുസ്തകം എഴുതുന്നെങ്കിൽ, അത് പ്രകാശനം ചെയ്യുന്നുവെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സർവീസിൽ, എൻ്റെ സങ്കല്പത്തിൽ ഏറ്റവും ഉന്നതനായ വ്യക്തി, യാതൊരു കറപ്ഷനും ഇല്ലാത്ത വ്യക്തി, ആ വ്യക്തിയുടെ കരങ്ങൾ കൊണ്ട് തന്നെ വേണം ഇത് പ്രകാശിതമാകേണ്ടത്. പിന്നെ ഞങ്ങൾ ചോദിച്ചു, ആരാണ് ഇത് ഏറ്റുവാങ്ങേണ്ടത്? അതിനും അയാൾക്ക് വ്യക്തമായ ഉത്തരവുണ്ടായിരുന്നു. കൗമാര കാലഘട്ടത്തിൽ തന്നെ
കവിതയുടെ മഹാസാഗരങ്ങൾ മനസ്സിൽ തീർത്ത, പ്രത്യേക ചിന്തയുടെ ഉടമയായിട്ടുള്ള, കീഴാളനെ കുറിച്ച് വായുതോരാതെ കവിതകൾ എഴുതുന്ന സാക്ഷാൽ കുരീപ്പുഴ ശ്രീകുമാർ സാർ തന്നെ ആയിരിക്കണം ഈ കവിത ഏറ്റുവാങ്ങേണ്ടത്. ഇനി അവരെ കൊണ്ടത് സമ്മതിപ്പിക്കണമല്ലോ. ശ്രീകുമാരി നമ്മുടെ ഡോക്ടർ ജേക്കബ് തോമസ് IPS സാറിനോട് തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടിയായി എഴുതി വാട്സപ്പിൽ കൊടുത്ത ഒരു സെന്റൻസ് ഉണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല, സാർ ഇവിടെ ഇരിക്കുന്നു, വായിക്കുന്നില്ല. അത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഞങ്ങളുടെയൊക്കെ ഒരു തഹസിൽദാനോട് പറയുകയാണെങ്കിൽ പോലും എന്തൊരു ഗമയായിരിക്കും, വെറും ഒരു തഹസില്ല. അന്നേരം ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആ വ്യക്തിയുടെ ഗുണങ്ങൾ പറഞ്ഞിട്ട്, ഈ കവിത എഴുതിയ വ്യക്തി അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്തതാണ്, അവരുടെ വ്യക്തിപരമായ സർഗാത്മകമായ ദൈക്ഷണികമായ ഗുണങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് താങ്കളുടെ കവിത പ്രകാശനം ചെയ്യാൻ എനിക്ക് സന്തോഷമാണ് എന്ന് പറയുകയാണ്. ഞങ്ങൾ പിന്നെ ശ്രീകുമാർ സാറിന്റെ അടുക്കൽ അദ്ദേഹമായിട്ട് ഇതിനെക്കുറിച്ച് കൺസൾട്ട് ചെയ്തു. എന്നിട്ട് ശ്രീകുമാരി എഴുതിയ ഒരു 4-5 കവിതകൾ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് വായിച്ചതിന് ശേഷം പറഞ്ഞത്, ഇത് വളരെ ഉജ്ജ്വലമായ കവിതകളാണ്. ഈ കവിതകൾ നമ്മളെ സൗന്ദര്യത്തിന്റെ ഒരു പ്രത്യേക ലോകത്തിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അത് എഴുതി തരികയാണ്, എഴുതി വാട്സപ്പിൽ ഇട്ട് തരികയാണ്. അത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും പുറത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: വസന്തത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ശ്രീകുമാരിയുടെ കവിതകൾ. പവിഴമല്ലിയുടെ രഹസ്യ വഴികളിലൂടെയും സപ്തസ്വരങ്ങളുടെ സമാഗമ സാഗരങ്ങളിലൂടെയും ഈ കവിത നമ്മെ സഞ്ചരിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ കവിത ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്, എനിക്കതിൽ വളരെ സന്തോഷമാണ്. അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, കാലിന് വേദനയാണ്, ഇപ്പൊ അദ്ദേഹം കായംകുളം കഴിഞ്ഞെന്ന് പറഞ്ഞു, എങ്കിലും ഞാൻ വരും. ഇതത്ര മനോഹരമായ കവിതകളാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഈ സമാഹാരത്തിലെ ആദ്യത്തെ കവിത വെൺചമരി മാനിന്റെ വാലിപോൽ, വാക്കുകൾ വെൺചമരി മാനിന്റെ വാലിപോൽ പൂത്തുലയുന്നു. എന്തൊരു കൽപ്പനയാണെന്നുള്ള. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സജിത്ത് ഏവൂരത്ത് അദ്ദേഹം ഈ കവിതയുടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കവിതയുടെ ടൈറ്റിൽ വായിച്ചതിന് ശേഷം പറഞ്ഞു, ഇതെന്തൊരു കൽപ്പനയാണ്. അങ്ങനെ വാക്കുകളെ ബിംബങ്ങളാക്കി മനോഹരങ്ങളായ കൽപ്പനകളാക്കി അതിസുന്ദരമായ കവിതകളാണ് രചിച്ചിരിക്കുന്നത്. ആ കവിതകൾക്ക് നമ്മുടെ പാരമ്പര്യനിഷ്ഠമായ കവിതാ നിർവചനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ്. അതേ സമയത്ത് തന്നെ വാക്യം രസാത്മകം കാവ്യം എന്ന ഭാരതീയ കാവ്യ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അതിമനോഹരങ്ങളായ വാക്യങ്ങളാലും സ്ത്രീത്വത്തിന്റെ പ്രശ്നങ്ങളും പ്രേമത്തിന്റെ പ്രശ്നങ്ങളും, നമ്മൾ വിചാരിക്കുന്ന പ്രേമത്തിന് പ്രശ്നം, ഞങ്ങളൊക്കെ പഠിക്കുന്ന അവസരത്തിൽ ഒത്തിരി പ്രേമങ്ങളുണ്ടായിരുന്നു. എന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് എല്ലാ കോളേജിലും, ഞാൻ 3 കോളേജിൽ പഠിച്ചിട്ട് 3 കോളേജിലും പ്രേമമുണ്ടായിരുന്നു. അവരെയൊന്നുമല്ല ഞാൻ കെട്ടിയത്. അപ്പൊ പ്രേമം എന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ ഒരു സങ്കല്പമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള പ്രേമങ്ങളൊന്നുമില്ല. ഇന്ന് പ്രേമിക്കുന്നത് പണത്തിന്റെ സാധ്യത, പ്രേമം വിജയിക്കുമോ എന്നുള്ള സാധ്യത, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇങ്ങനെ പ്രണയങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ പോലും കവിതകളിൽ പോലും അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനോടുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഈ പ്രണയ ഗീതങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇത് കുരീപ്പുഴ ശ്രീകുമാർ സാർ തന്നെ ഈ കവിത വായിച്ചിട്ട് പറഞ്ഞതാണ്. അങ്ങനെയുള്ള അതിമനോഹരങ്ങളായ കവിതകളാണ് ഇതിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ബോധി എന്ന് പറയുന്ന പബ്ലിക്കേഷനാണ്, കൊല്ലത്ത് നിന്നുള്ള പബ്ലിക്കേഷനാണ്. ഇളയടത്ത് ഹരികുമാർ എന്ന പബ്ലിഷറാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം ഇതിന്റെ പ്രൂഫ് വായിച്ചെങ്കിൽ പോലും ഇതിൽ ചില വാക്കുകളിൽ നിന്നും അക്ഷരങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അടുത്ത ഒരു പതിപ്പിറക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിട്ടുപോയ അക്ഷരങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും വായനയുടെ സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും ഭാവനയുടെ സഹകരണം ഈ കവയത്രിയോട് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള നിരവധി കവയത്രിമാരുണ്ട്, കവികളുണ്ട്, ഇനി വരാനിരിക്കുന്ന നമ്മുടെ അടുത്ത തലമുറയിൽപ്പെട്ട കവികളുണ്ട്. അവരോടും നിങ്ങൾ പുലർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു.